കണ്ണൂരിൽ വിൽപ്പനയ്ക്ക് എത്തിച്ച 43 ഗ്രാം MDMA പിടികൂടി. ഷാദുലിപ്പള്ളി സ്വദേശി യാസർ അറാഫത്ത് പിടിയിലായി. പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് മയക്കുമരുന്ന് പിടിച്ചെടുത്തത്. വിവരങ്ങളുമായി നിഖിൽ അളവൂരാണ് ചേരുന്നത്. നിഖിൽ, എവിടെ നിന്നാണ് ഇയാളെ പിടികൂടിയത്? സ്വാതി, ഈ 43 ഗ്രാം MDMA എന്ന് പറയുന്നത് രണ്ടിടങ്ങളിൽ നിന്നായാണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളത്. ഇന്നലെ വൈകിട്ടോടുകൂടി കക്കാട് സ്പിന്നിംഗ് മിൽ റോഡ് പരിസരത്ത് പോലീസ് വാഹന പരിശോധന നടത്തിവരുന്നതിനിടെയാണ് യാസർ ഒരു സ്കൂട്ടറിൽ ഇതുവഴി എത്തുന്നത്. പോലീസിന് കണ്ടതോടുകൂടി പരിഭ്രമിച്ച് തിരിഞ്ഞു പോകാൻ ശ്രമിച്ച ഇയാളെ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. ഇങ്ങനെ പിടികൂടി പരിശോധിച്ചപ്പോഴാണ് ഇയാളുടെ പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് 13 ഗ്രാം MDMA സിഗരറ്റ് പെട്ടിക്കകത്ത് ഒളിപ്പിച്ചു വെച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതേ തുടർന്നാണ് ഇയാളുടെ ഷാദുലിപ്പള്ളിയിലെ വീട്ടിൽ പോലീസ് വീണ്ടും പരിശോധന നടത്തുന്നത്. ഡാൻസാഫിന്റെ കൂടി സഹായത്തോടു കൂടിയായിരുന്നു ഈ പരിശോധന നടത്തിയത്. ഇങ്ങനെ പരിശോധന നടത്തിയപ്പോൾ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിന്റെ ഡിക്കിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഈ 30 ഗ്രാമോളം MDMA ഉണ്ടായിരുന്നത്. ഇയാളുടെ മുറി പരിശോധിച്ചതിൽ നിന്ന് ഈ MDMA തൂക്കി നൽകുന്നതിനുള്ള ഡിജിറ്റൽ വെയിങ് മെഷീൻ ഉൾപ്പെടെയുള്ള വസ്തുക്കളും കണ്ടെത്തുകയുണ്ടായി. പോലീസ് ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും കണ്ണൂരിൽ ഈ അടുത്ത ദിവസങ്ങളിലായി എല്ലാ ദിവസവും എന്നതുപോലെ വലിയ അളവിൽ ഇത്തരത്തിൽ MDMA പിടികൂടുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഈ പിടികൂടുന്നവരുടെ കയ്യിൽ നിന്ന് ഈ തൂക്കി നൽകുന്നതിനുള്ള മെഷീനുകൾ ഉൾപ്പെടെ പിടികൂടുന്നത് ഗുരുതരമായൊരു സാഹചര്യത്തിന്റെ സൂചനയാണ് നൽകുന്നത്. ഇത്തരത്തിൽ ഈ സംഭവങ്ങൾ പതിവായതോടുകൂടി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഡാൻസാഫും ഒപ്പം തന്നെ പോലീസും വലിയ രീതിയിലുള്ള ജാഗ്രത കാണിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. പക്ഷേ ഗുരുതരമായ കാര്യമെന്ന് പറയുന്നത് ഈ പിടികൂടപ്പെടുന്ന മിക്ക കേസുകളിലും ഈ ത്രാസുകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഇവരുടെ കയ്യിലുണ്ട് എന്നത് സൂചിപ്പിക്കുന്നത് വലിയ രീതിയിൽ ഇവർ ഈ MDMA തൂക്കി വിൽക്കുന്ന, മയക്കുമരുന്ന് തൂക്കി വിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആളുകളെ പിടികൂടുന്നുണ്ടെങ്കിൽ പോലും വലിയ വിപത്തായി കണ്ണൂരിൽ ഈ MDMAയുടെ വിൽപ്പന മാറുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ അടുത്ത കാലങ്ങളിൽ ഇങ്ങനെ നിരന്തരം ഇവർ പിടിക്കപ്പെടുന്നതിലൂടെ വ്യക്തമാകുന്നത്. ഈ ഓണം സ്പെഷ്യൽ ഡ്രൈവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി എക്സൈസും ഒരു വശത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. പോലീസും എക്സൈസും ഒപ്പം തന്നെ ഈ ഡാൻസാഫ് പോലുള്ള പ്രത്യേക ഏജൻസികളും എല്ലാം തന്നെ കൃത്യമായി ഇവർക്ക് പിന്നാലെ ഉണ്ട് എങ്കിൽ പോലും നിരന്തരം ഇത്തരത്തിൽ MDMA പിടികൂടുന്ന സംഭവം കണ്ണൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ശരി നിഖിൽ, എന്തായാലും കണ്ണൂരിൽ നിന്നാണ് ഇത്തരത്തിൽ MDMA പിടികൂടിയിരിക്കുന്നത്. രണ്ടിടങ്ങളിൽ നിന്നാണ് MDMA പിടികൂടിയത്.